പരിചയപ്പെടുത്തി കൊടുക്കേണ്ട കാര്യമില്ല പി കെ ശ്രീമതി ടീച്ചറെ. എല്ലാവർക്കും അറിയാം. മലയാളികൾക്ക് മാത്രമല്ല, കേരളത്തിന് പുറത്തുള്ള സംസ്ഥാനങ്ങളിലും അറിയപ്പെടുന്ന നേതാവാണ് പി കെ ശ്രീമതി ടീച്ചർ. ജനാധിപത്യ മഹിളാ അസോസിയേഷന്റെ അഖിലേന്ത്യാ പ്രസിഡന്റ്. കേരളത്തിൽ മന്ത്രിയായിരുന്നു, MLA ആയിരുന്നു, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റായിരുന്നു. അങ്ങനെയുള്ള ഒരാളെക്കുറിച്ച് 40 വർഷത്തോളം പൊതുരംഗത്ത് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഒരാളെക്കുറിച്ച് ഒരു വാർത്ത നൽകുമ്പോൾ ഒന്ന് കിട്ടിയ വിവരം ശരിയാണോ എന്ന് ഉറപ്പുവരുത്തുക. ആർക്കെതിരെയാണോ വാർത്ത നൽകുന്നത് അവരോട് ഇങ്ങനെയൊരു സംഭവമുണ്ടല്ലോ എന്ന് ചോദിക്കുക, ഉറപ്പുവരുത്തുക, അവരുടെ പ്രതികരണം കൂടി ഉൾപ്പെടുത്തുക വാർത്തയിൽ. ഇതൊക്കെ മാധ്യമപ്രവർത്തനത്തിൻ്റെ സാമാന്യ മര്യാദകളാണ്. അതെല്ലാം ലംഘിച്ചു. മാധ്യമപ്രവർത്തകർ പോലുമല്ലാത്തവർ ഇപ്പോൾ മാധ്യമപ്രവർത്തകരുടെ വേഷം കെട്ടി നടക്കുന്ന കാലമാണ്. അതുകൊണ്ട് തന്നെയാണ് ഇത്തരം അപവാദങ്ങൾ വാർത്തയായി വരുന്നതും. അതിനെതിരെ വലിയ പ്രതിഷേധവും നിയമ നടപടികളും സ്വീകരിക്കേണ്ടതുണ്ട്. സ്വീകരിക്കുമെന്ന് പി കെ ശ്രീമതി ടീച്ചർ പറയുകയും ചെയ്തിട്ടുണ്ട്. പോലീസ് കൃത്യമായ അന്വേഷണം നടത്തി കുറ്റവാളികളെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണം എന്ന കാര്യത്തിൽ സംശയമേയില്ല. എന്താണ് സംഭവിച്ചത്? പി കെ ശ്രീമതി ടീച്ചർ മുൻ MLA-യുടെ ഭാര്യ എന്ന നിലയിൽ പെൻഷൻ പറ്റുന്നു എന്നാണ്. അങ്ങനെയൊക്കെ ജീവിക്കേണ്ട ഒരാളാണോ പി കെ ശ്രീമതി ടീച്ചർ? ഇങ്ങനെയൊരു വിവരം ലഭിച്ചാൽ അപ്പോൾ തന്നെ വലിച്ചു കീറി കൊട്ടയിലിടേണ്ട സംഭവമാണ്, വിവരമാണത്. അതിനെയാണ് വാർത്ത എന്ന രൂപത്തിൽ അവതരിപ്പിച്ചത്. മാധ്യമപ്രവർത്തനത്തിന്റെ ബാലപാഠം പോലും അറിയാത്തവരാണ് ഇതൊക്കെ ചെയ്യുന്നത് എന്ന കാര്യത്തിൽ സംശയമില്ല. മാധ്യമപ്രവർത്തകർ അല്ലാത്തവർ പോലും ഇപ്പോൾ മാധ്യമപ്രവർത്തകരുടെ വേഷം കെട്ടി നടക്കുന്ന കാലമാണ്. അതുകൊണ്ട് തന്നെയാണ് ഇത്തരം വാർത്തകൾ വരുന്നത്. കൃത്യം നിയമ നടപടിയിലൂടെ മാത്രമേ ഇതൊക്കെ അവസാനിപ്പിക്കാൻ കഴിയുകയുള്ളൂ. 40 വർഷത്തോളം പൊതുപ്രവർത്തന രംഗത്ത് സജീവമായി പ്രവർത്തിക്കുന്ന പി കെ ശ്രീമതി ടീച്ചർക്ക് മാധ്യമങ്ങളോട് വന്ന് പറയേണ്ടി വന്നു. ഇടയ്ക്ക് അവർ വിതുമ്പിപ്പോയി. കാണാം നമുക്ക് ആ വാക്കുകൾ. അങ്ങനെ ഒരു MLA-യുടെ ഭാര്യയായിട്ട് ഞാൻ ഫാമിലി പെൻഷൻ വാങ്ങുക എന്നൊക്കെ പറയുമ്പോൾ, പ്രചരിപ്പിക്കുമ്പോൾ എത്ര ഞാൻ 17 സ്കൂൾ മുതൽക്ക്, പ്രത്യേകിച്ച് അധ്യാപക രംഗത്ത്, അതിനുശേഷം 10-50 കൊല്ലമായിട്ട് നിങ്ങൾക്കൊക്കെ അറിയാം എന്നെക്കുറിച്ചാണ് ഇങ്ങനെ ഞാൻ പണത്തിന് വേണ്ടി എന്തും ചെയ്യുന്നു, എന്തൊക്കെയാണ് അതിൽ പറയുന്നത്. നിങ്ങളെല്ലാം ചെറുപ്പക്കാരാണല്ലോ, നിങ്ങൾക്കെല്ലാം അമ്മമാരുണ്ടല്ലോ. എന്തൊക്കെയാണ് അതിൽ പറയുന്നത്? എത്ര വൃത്തികെട്ട രീതിയിലാണ് ഈ പ്രചരണം നടക്കുന്നത്. നിയമസഭയുമായി ബന്ധപ്പെട്ട വിഷയമാണ്. MLA-യുടെ ഭാര്യ എന്ന് പറഞ്ഞ് കുടുംബ പെൻഷൻ പറ്റുന്നു പി കെ ശ്രീമതി ടീച്ചർ എന്നാണ് പറയുന്നത്. സ്വാഭാവികമായും ഇത്തരമൊരു വിവരം ലഭിച്ചാൽ നിയമസഭയോട് ആരായണം എന്താണ് സത്യമെന്ന്. നിയമസഭ കൃത്യം മറുപടി നൽകുകയും ചെയ്തിട്ടുണ്ട്. രേഖ പുറത്തു വന്നിട്ടുണ്ട്. മറുപടിയിൽ പറയുന്നു, പരാമർശത്തിൽ ആദ്യം സൂചിപ്പിച്ചിരിക്കുന്ന ശ്രീമതി പി കെ ശ്രീമതി 2ാം കേരള നിയമസഭയിലെ അംഗമായിരുന്ന പരേതനായ മുൻ നിയമസഭാംഗം ശ്രീ PR കൃഷ്ണന്റെ ഭാര്യയാണ്. നിലവിലുള്ള ചട്ടങ്ങൾക്കനുസൃതമായി പരേതനായ മുൻ നിയമസഭാംഗത്തിന്റെ ഭാര്യ എന്ന നിലയിലാണ് അവർക്ക് പെൻഷൻ അനുവദിച്ചിട്ടുള്ളത്. പരാമർശത്തിൽ മുൻ MP-യും മുൻ നിയമസഭാംഗവുമായ ശ്രീമതി പി കെ ശ്രീമതി ടീച്ചറും പരേതനായ മുൻ നിയമസഭാംഗം ശ്രീ PR കൃഷ്ണന്റെ ഭാര്യയായ ശ്രീമതി പി കെ ശ്രീമതിയും ഒരേ വ്യക്തിയാണെന്ന അനുമാനത്തിന്റെ അടിസ്ഥാനത്തിലാണ് സംശയം ഉന്നയിച്ചിരിക്കുന്നത്. യഥാർത്ഥത്തിൽ ഇവർ 2 വ്യക്തികളാണ്. നിയമസഭ കൃത്യമായി വ്യക്തമാക്കിയിട്ടുണ്ട് നേരത്തെ. അതുപോലും പരിശോധിക്കാതെയാണ് ഈ വാർത്ത നൽകിയത് എന്നോർക്കണം. ഇപ്പോഴിതാ PR കൃഷ്ണന്റെ മകൻ അജിത്ത് തന്നെ റിപ്പോർട്ടർ TVയോട് സംസാരിച്ചു. എന്താണ് പറഞ്ഞത് എന്ന് കേൾക്കാം. അപ്പോൾ എൻ്റെ അമ്മയുടെ പേര് പി കെ ശ്രീമതി എന്നായിരുന്നു. അച്ഛൻ MLA ആയിരുന്നു. തിരുവൊച്ചിയിൽ MLA ആയിരുന്നു. കുന്നംകുളം സ്റ്റേറ്റിൽ കുന്നംകുളം MLA ആയിരുന്നു. ഈ സംഗതി ഞാനപ്പോൾ കൃത്യമായി അപ്പോൾ അതിൻ്റെ പേരിൽ അമ്മയ്ക്ക് പെൻഷൻ അർഹതയുള്ളതുകൊണ്ട് അമ്മ പെൻഷൻ വാങ്ങിയിരുന്നു. പക്ഷെ അമ്മ മരിച്ചത് 2020 ഫെബ്രുവരി 24 അമ്മ മരിച്ചു. ഫെബ്രുവരി 24 അമ്മ മരിച്ചിട്ട് അപ്പം തന്നെ ഞങ്ങൾ അമ്മ മരിച്ചിട്ട് അടുത്ത ദിവസം എൻ്റെ ചേട്ടൻ ഡെത്ത് സർട്ടിഫിക്കറ്റും എല്ലാ സംഗതികളും അമ്മ മരിച്ചതായിട്ടുള്ള അറിയുകയും കൺസേൺ അതോറിറ്റിയിൽ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. അതിനുശേഷം ആരും പെൻഷൻ വാങ്ങേണ്ട കാര്യമില്ലല്ലോ. അജിത്ത് കൃത്യമായി പറയുന്നു റിപ്പോർട്ടർ TVയോട്, എൻ്റെ അമ്മയുടെ പേര് പി കെ ശ്രീമതി എന്നാണ്. എൻ്റെ അമ്മ 2020 മരിച്ചത്. അതിനു മുമ്പ് വരെ പെൻഷൻ പറ്റിയിരുന്നു, കുടുംബ പെൻഷൻ വാങ്ങിയിരുന്നു. അച്ഛൻ PR കൃഷ്ണൻ MLA ആയിരുന്നു, കുന്നംകുളം MLA ആയിരുന്നു.
ഇത് ആർക്കും പരിശോധിച്ചാൽ മനസ്സിലാക്കുന്ന കാര്യമാണ്. എന്നിട്ടാണ് ജനൻ ടിവിയെ പോലെയുള്ള ഒരു സ്ഥാപനം ഈ വാർത്ത കൊടുത്തത് എന്നോർക്കണം. മറ്റ് 2 സ്ഥാപനങ്ങൾ, പേര് പോലും പരാമർശിക്കാൻ പാടില്ലാത്ത 2 സ്ഥാപനങ്ങൾ, ആ സ്ഥാപനങ്ങളുടെ രീതി ഇത് തന്നെയാണ്. അതുകൊണ്ട് അവർക്കെതിരെയും നടപടി വേണം. ജനൻ ടി വി പരസ്യമായി മാപ്പ് പറയണം. മാപ്പ് പറഞ്ഞാൽ മാത്രം പോരാ, അത് വേണ്ടത്ര പ്രചരിപ്പിക്കുകയും ചെയ്യണം. കാരണം ഈ വാർത്ത ലക്ഷങ്ങളുടെ കയ്യിലാണ് എത്തിയത്. അത് കേരളത്തിൽ മാത്രമല്ല, കേരളത്തിന് പുറത്തും പ്രചരിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ മഹിളാ അസോസിയേഷന്റെ അഖിലേന്ത്യാ പ്രസിഡന്റ് എന്ന നിലയിലും കേരളത്തിലെ അറിയപ്പെടുന്ന പൊതുപ്രവർത്തക എന്ന നിലയിലും PK ശ്രീമതി ടീച്ചറുടെ മനസ്സ് വല്ലാതെ വേദനിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നടപടി ഉണ്ടാകണം. എന്തു തന്നെയായാലും ഇത്തരം മാധ്യമ പ്രവർത്തനത്തെ ഒരിക്കലും മലയാളികൾ പ്രോത്സാഹിപ്പിച്ചുകൂടാ.